ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. RCB താരങ്ങളായ രജിത് പട്ടിദാർ, അതുപോലെ തന്നെ ദേവ്ദത്ത് പടിക്കൽ എന്നിവരുടെ പ്രകടനം നമുക്കൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. രജിത് പട്ടിദാറിൻ്റെ കാര്യം നമുക്കറിയാം, ഒരുപാട് കാലമായി പരിക്ക് കാരണം അദ്ദേഹം പുറത്തായിരുന്നു. പിന്നീട് ഈ ഒരു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലാണ് അദ്ദേഹം മധ്യപ്രദേശിന് വേണ്ടി തിരിച്ചു വന്നത്. പക്ഷേ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചു വന്നതിന് ശേഷം പഴയ മികവ് വീണ്ടെടുക്കാൻ പട്ടിദാറിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കഷ്ടകാലമാണ്. അതായത് ആദ്യത്തെ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട്. 20 പന്തുകളിൽ നിന്ന് 43 റൺസ് ആയിരുന്നു അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 26 പന്തുകളിൽ നിന്ന് 29 റൺസ്, അതിനുശേഷം 6 പന്തുകളിൽ നിന്ന് 3 റൺസ്, അതിനുശേഷം നടന്ന മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം 5 പന്തുകളിൽ നിന്ന് 2 റൺസ്. ഇങ്ങനെയാണ് പട്ടിദാറിന്റെ കണക്കുകൾ വരുന്നത്. അതായത് ആദ്യ മത്സരത്തിലെ പ്രകടനം മാറ്റി നിർത്തിയാൽ പിന്നീട് അദ്ദേഹം മോശമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു RCB താരമായ ദേവ്ദത്ത് പടിക്കൽ മിന്നും പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഓപ്പണർ ആയിക്കൊണ്ട് 2 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു മത്സരത്തിൽ 9 പന്തുകളിൽ നിന്ന് 15 റൺസ് എടുത്തു. പിന്നീട് 23 പന്തുകളിൽ നിന്ന് 32 റൺസ് എടുത്തു. ഇതിനു പുറമെ നമ്പർ 3യിൽ 4 മത്സരങ്ങളാണ് പടിക്കൽ കളിച്ചിട്ടുള്ളത്. അതിൽ ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 46 പന്തുകളിൽ നിന്ന് 102 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. കൂടാതെ 38 പന്തുകളിൽ നിന്ന് 62 റൺസ്, 46 പന്തുകളിൽ നിന്ന് 66 റൺസ്, 23 പന്തുകളിൽ നിന്ന് 32 റൺസ് എന്നിങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കണക്ക് കൂടി ഇവിടെ വരുന്നുണ്ട്. അതായത് 309 റൺസ് ആണ് ആകെ നേടിയിട്ടുള്ളത്. ആവറേജ് വരുന്നത് 61.8 ആണ്. സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 167.02 ആണ്. ദേവ്ദത്ത് പടിക്കൽ മികച്ച പ്രകടനം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പുറത്തെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇത്. അതേസമയം RCBയുടെ ക്യാപ്റ്റനായ രജിത് പട്ടിദാറിന് ആ ഒരു പഴയ ട്രാക്കിലേക്ക് ഇനി തിരിച്ചെത്തേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.